സംഭവം ഞങ്ങളെ തീരദേശ റോഡ് വഴിയാണ് കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കാണ് ദേ ഇപ്പം നിൽക്കുന്നത് 5 തെങ്ങ് കോട്ട കേട്ടോ. 5 തെങ്ങ് കോട്ടയാണ്. അപ്പോൾ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് അകത്ത് കയറി കണ്ടിട്ട് വരാം. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. 3-ാം പക്കം ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്പേസാണിത്. നമുക്ക് അകത്തേക്ക് പോവാം. താക്കീതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സൊന്നും പറിക്കരുതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയാണ് കേട്ടോ, ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചെയ്തതാണ് ഈ ഒരു കോട്ട. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. നമ്മൾ ഈ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് തീരദേശ റോഡ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പേസാണേ. ഇതൊരു പാർക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പൺ പാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ഭയങ്കര സൂപ്പർ രസമാണ് കേട്ടോ. ഒരു കറുത്ത ഒരു പായലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട്, മുകളിലോട്ട് കയറാൻ പറ്റുമോയെന്നറിയില്ല, നോക്കാം. ഞാൻ ഒരു സംഭവം കണ്ടു കേട്ടോ. അതായത് നമ്മളെ ജയിൽ തടവറയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്പേസ് കണ്ടു കേട്ടോ. സംഭവം ഇവിടെ ആരും ഇല്ല. കാരണം ഇതങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്ന അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചുമ്മാ നമുക്കങ്ങ് കയറി വരാം. ഓപ്പണാണ്. പിന്നെ ഫ്ലവേഴ്സൊന്നും പ്ലക്ക് ചെയ്യരുതെന്ന് അവർ കൊടുത്തിട്ട്. സംഭവം ഇതൊരു തുരങ്കമാണ് കേട്ടോ. അതായത് ഈ കോട്ടയിൽ നിന്ന് ബാക്കിലുള്ള ആ ഒരു കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തുരങ്കം കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പോഴാണ് മനസ്സിലായത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കോട്ടയുടെ അകത്ത് കൂടെ ഇതുപോലെ. പക്ഷേ ഇവിടെ ഒന്നും അത്ര ഇറങ്ങുന്ന സേഫ് ആണെന്ന് തോന്നുന്നില്ല. കാരണം നല്ല രീതിക്ക് പുല്ല് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. സംഭവം അടിപൊളി കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ആ വീട് കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറം പിന്നെ കടലാണ് കേട്ടോ. ഞാൻ നോക്കട്ടെ, മുകളിൽ കയറാൻ പറ്റുമെങ്കിൽ കടലിൻ്റെ വ്യൂവും കൂടെ കാണിച്ചു തരാം. സംഭവം ശരിക്കും നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അതാണ് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയേക്കണം. പക്ഷേ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ കയറിയിട്ട് പോകാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു വ്യൂ കളയാൻ വയ്യ. അതുകൊണ്ട് നനഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. ഇതിൽ മുകളിലേക്ക് പോകാനായിട്ട് പഠിക്കട്ടുണ്ട് കേട്ടോ, അത് ആ ബാക്ക് സൈഡിൽ. അപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയിട്ട് കടലിലേക്കുള്ള വ്യൂ ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ, സ്റ്റെയറുണ്ട്. മുകളിലേക്ക് കയറിയാൽ എങ്ങനെയാണ്, സേഫ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കടലിൻ്റെ വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെയറൊന്ന് കയറി നോക്കാം. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, ഗൈഡ് പോലും ഇല്ല. എന്തായാലും ഞാൻ കയറുവാണേ. അടിപൊളി സ്ഥലം കേട്ടോ. ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണേ. നല്ല സ്ഥലം. അതായത് ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയണതേ പായൽ പിടിച്ചേക്കണതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഒരു പാത വഴി നടന്ന് വേണം അവിടെ എത്താനായിട്ട്. എന്തായാലും ഞാൻ നടക്കുകയാണേ. കുഞ്ഞിനെ ഒന്നും കൊണ്ടുവരാനായിട്ട് അത്ര സേഫല്ല ഈ ഒരു സ്പോട്ട്. കാരണം ഇതേ കണ്ടോ, ഇവിടെ നിന്ന് താഴേക്ക് ഇത്രയും ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതേ കണ്ടോ, ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കടലിലെ വ്യൂവും കൂടെ ഒന്ന് നോക്കാം. സംഭവം ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ആ ഒരു സ്പോട്ടിൽ മാത്രമാണ് കണ്ടോ ഒരു സിമെൻറ്റിൻ്റെ കളറ് വരുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ പണി ചെയ്തതായിരിക്കാം, റെനോവേറ്റ് ചെയ്തതായിരിക്കാം. പക്ഷെ അടിപൊളി ഒരു കോട്ട കേട്ടോ. ആളുകളില്ല, ചിലപ്പോൾ വരുന്ന സമയമാവുന്നേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മോർണിംഗ് ടൈം അല്ലേ, അതുകൊണ്ട് കടൽ കാണാം കേട്ടോ. ശരിക്കും ഇത് പെരുമാതുറ പോണ വഴിക്കാണേ. നമ്മൾ പെരുമാതുറ ആ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ ഒറ്റയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ലാത്ത സ്പോട്ടേ. കടൽ കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളി. ഞാൻ തീരദേശ റോഡ് വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സ്ഥലം. എന്താ പറയുക, നല്ല വ്യൂ ആയിരിക്കും. ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. തീരദേശ റോഡ് വഴി കൊല്ലത്തോട്ട് പോണവരുണ്ടെങ്കിൽ ഈ ഒരു കോട്ട ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. നല്ല കിടിലൻ വ്യൂ ആണ്. പക്ഷേ ഇന്നിപ്പോൾ മഴയൊക്കെ ആയിപ്പോയി. മഴയൊക്കെയാണ്. അപ്പോൾ നോർമൽ ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റ്
വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല പ്ലേസ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ.